ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മുഹറം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഒരു ഹിജ്റ വർഷം കൂടി അള്ളാഹു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഇനി വരുന്ന നാളുകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മുഹറത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ആശൂറയുടെ ദിവസം, അതായത് മുഹറം 10. ഈ മുഹറം 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. വളരെയേറെ സവിശേഷതകൾ ഉള്ള ദിവസമാണ്. എല്ലാ ദിവസവും നാം അശ്രദ്ധമായി പോകുന്നത് പോലെ ഈ ദിവസം അശ്രദ്ധമായി പോകാനേ പാടില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്കൊരുപാട് കാര്യങ്ങൾ ഈ ദിവസം ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നത് ഈ ദിവസത്തെ നോമ്പാണ്. ഒരു കാരണവശാലും ഈ ദിവസത്തെ നോമ്പ് നാം പാഴാക്കാനേ പാടില്ല. മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂല് വന്നപ്പോൾ അവിടുത്തെ യഹൂദരായ ആളുകൾ നോമ്പുകാരായി കണ്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ചോദിച്ചു, എന്താണ് ഇന്ന് നിങ്ങളിങ്ങനെ നോമ്പ് പിടിക്കാനുള്ള കാരണം? നബിയെ, അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു രക്ഷപ്പെടുത്തി ഫിർഔനെ മുക്കിക്കുന്ന ദിവസമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബിയോട് കടപ്പെട്ടവനും ബന്ധപ്പെട്ടവനും ഞാനാണ്, അതുകൊണ്ട് ഞാൻ നോമ്പ് പിടിക്കും. സ്വഹാബാക്കളോടും നോമ്പ് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് വളരെ വ്യക്തമായി അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. സിയാമു യൗമി ആശൂറാ ഇഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹ. ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹുവിന് നിവേദനം ചെയ്യുന്ന പരിശുദ്ധമായ ഹദീസാണ്. ആശൂറാ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപം മുഴുവനും അവന് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ ഓരോ ആശൂറായും പിടിച്ചാൽ ഓരോ കഴിഞ്ഞുപോയ വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹത്തരമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒരു കാരണവശാലും 9-ന്റെ 10-ന്റെ നോമ്പ് വിടരുത്. മുഹറം 9-ന്റെ നോമ്പും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിക്കാൻ നമ്മോട് നിർദ്ദേശിച്ചിരുന്നു. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ലഇൻ ബഖൈതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസുഅ. എങ്ങനെ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരുന്നാൽ ഇൻഷാ അള്ളാഹ് 9-ന്റെ നോമ്പും ഞാൻ പിടിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞു. പക്ഷേ പിറ്റേ വർഷം റസൂലുള്ളാഹിൻ്റെ വഫാത്ത് സംഭവിച്ചു. അത് വളരെ ഉൾക്കാഴ്ചയുള്ള വാക്കാണ് റസൂലുള്ള അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 9ഉം 10ഉം 11ഉം പിടിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഹൂദന്മാർ ചെയ്തതിന് വിരുദ്ധമായി ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഖാലിഫുൽ യഹൂദ വൻ നസ്വാറ. യഹൂദികളോടും നസ്വാറാക്കളോടും നിങ്ങൾ ഘടകവിരുദ്ധമായിട്ടേ പ്രവർത്തിക്കാവൂ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലെ നോമ്പ് വളരെ പുണ്യമുള്ളതാണ്. ഇജാബത്തുള്ള ദുആക്ക് അള്ളാഹു സാധ്യത നൽകിയ ദിവസങ്ങളാണ്. തീർച്ചയായിട്ടും ആ ദിവസങ്ങൾ മുതലെടുക്കണം. ഇനി അടുത്ത വർഷം നമ്മളുണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരു ഉറപ്പുമില്ലല്ലോ. പക്ഷേ അതിനും അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പരിഹാരമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് ഈ ദിവസം നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണം വിഭവസമൃദ്ധമായി വിശാലമായി കുടുംബത്തിന് നൽകുക എന്നുള്ളതാണ്. മൻ വസ്സഅ അലാ അഹ്ലിഹി വഇയാലിഹി ഫി യൗമി ആശൂറാ വസ്സഅ അല്ലാഹു അലൈഹി ഫി സാഇരി സന. ഒരുവൻ തൻ്റെ കുടുംബത്തിന് ഈ ദിവസത്തിൽ ഭക്ഷണത്തിന് വിശാലത നൽകിയാൽ വരുന്ന വർഷങ്ങളിൽ മുഴുവനും അവൻ്റെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അന്ന് നമ്മളൊന്ന് വെറൈറ്റിയായി, ഒരു വ്യത്യസ്തമായി, സാധാരണയിലും വ്യത്യസ്തമായി കുറച്ചുകൂടി രുചികരമായ നല്ല ഭക്ഷണ വസ്തുക്കൾ വീട്ടിലെ എല്ലാവർക്കും സന്തോഷത്തോടെ നൽകുക. ആശൂറാന്റെ ദിവസം നമ്മൾ നോമ്പുകാരാണ്. അപ്പോൾ തലേന്ന് രാത്രി 9-ന്റെ
അസ്തമിച്ച രാത്രി, അന്നത്തെ ആ നോമ്പുതുറയിൽ അല്ലെങ്കിൽ അന്നത്തെ ആ രാത്രിയിലുള്ള ഭക്ഷണങ്ങളിൽ നമ്മൾ ഹൈറായ നിലയിൽ ആ ഭക്ഷണത്തിന് വിഭവസമൃദ്ധമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇതെല്ലാം ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭ്യമാകാൻ കാരണമാകുന്ന നന്മകളാണ്. സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ നാം ചെയ്യേണ്ട ദിക്ർ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ഈ ദിവസങ്ങളിലും രാവുകളിലും നാം ചൊല്ലേണ്ട ദിക്ർ? എന്താണ്? 10 രാവിൽ, അതായത് 9 മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് 10 തലേ രാവിൽ ഇൻഷാ അല്ലാഹ് നാം ചൊല്ലേണ്ട മഹത്തരമായ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്ന് ഏറ്റ് എല്ലാവരും ഒന്ന് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ മുഹറം 10 രാവിൽ 70 തവണ ചൊല്ലിയാൽ ആ വർഷം മരണമുണ്ടാകില്ല എന്ന് മഹാനായ ദൈറമി റഹിമഹുല്ലാ തന്റെ മുജറബാത്തിൻ 74-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ആരെങ്കിലും ആ വർഷം മരണപ്പെട്ടാൽ ഈ ദിക്ർ ചൊല്ലിയില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം അള്ളാഹു നിശ്ചയിക്കുന്നത് തന്നെയാണ്. പക്ഷേ അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരാൻ കഴിവുള്ളവനുമാണ്. ആരെങ്കിലും ഒരാൾ തൻ്റെ കുടുംബബന്ധം ചേർത്താൽ അവന് ദീർഘായുസ് കിട്ടുമെന്ന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഉണ്ട്. അപ്പം അതുപോലെ ഈ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാകാൻ കാരണമാകുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ ഈ നന്മകളെല്ലാം നാം ചെയ്യണം എന്നറിയിക്കാൻ ആരും ഒഴിവാകരുത്. ആർക്കെങ്കിലും ഇത് ദിക്ർ മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദിക്ർ ഒന്നുകൂടെ എഴുതി വിടാൻ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് എഴുതി വിടുന്നതായിരിക്കും. അള്ളാഹു നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നാഥനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട ദിക്റും കൂടിയുണ്ട്. അതായത് മുഹറം 10 പകലിലും ആ ദിവസത്തിലും ചെയ്യേണ്ട ദിക്ർ. എന്താണത്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. എനിക്ക് അള്ളാഹു മതി, ഞാൻ അള്ളാഹുവിനേക്ക് സർവ്വതും സമർപ്പിക്കുകയാണ്. ഏറ്റവും മഹത്വപ്പെട്ടവൻ, പരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹുവാണ് എന്ന് നാം അർത്ഥം വരുന്ന പരിശുദ്ധ ദിക്ർ ഇൻഷാ അല്ലാഹ് 70 വട്ടം തന്നെ ആശൂറാ ദിവസത്തിന്റെ പകലിൽ ചൊല്ലിയാൽ വരാൻ പോകുന്ന വർഷത്തിന്റെ സർവ്വ മുസീബത്തുകളെയും തടയപ്പെടുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ എല്ലാ ദിക്റുകളും, ഈ ദിക്റുകൾ അല്ലാത്തയും ഉള്ളതും സർവ്വ ദിക്റുകളും ചെല്ലാൻ അറിയാവുന്ന ദിക്റുകളും സ്വലാത്തുകളിലുമായി നമ്മൾ ഈ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുക. പ്രത്യേകിച്ച് ഈ ദിക്റുകൾ നിങ്ങൾ കൃത്യമായി ചൊല്ലുക. അപ്പൊ മുഹറം 10 പകലിൽ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന് 70 വട്ടം ചൊല്ലിയാൽ വരാൻ പോകുന്ന സാധ്യതയുള്ള സർവ്വ മുസീബത്തുകളെയും അള്ളാഹു തട്ടിമാറ്റുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ടതാണ്. മുഹറം 1 നാം ചൊല്ലേണ്ട വളരെ ശ്രേഷ്ഠമായ ദിക്റുകളും മഹാന്മാർ പഠിപ്പിക്കുന്നു. മുഹറം 1 ആയത്തുൽ കുർസി 313 വട്ടം ചൊല്ലണം എന്നാണ്. അന്ന് അങ്ങനെ ചൊല്ലിയാൽ ആ വർഷം മുഴുവനും അവന് സർവ്വ ഹൈറുകളും ഉണ്ടാകും, പിശാചിന്റെ ശർറിൽ നിന്നും അവനെ തടയപ്പെടും എന്നും മഹാരഥന്മാർ പഠിപ്പിക്കുന്നു. ഇത്തരം ദിക്റുകളൊക്കെ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, ഇതൊക്കെ ചൊല്ലിയാൽ ഇത്തരം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ഈ ദിക്ർ കൊണ്ട് ആ വർഷം തന്നെ മാറിക്കിട്ടുമെന്ന് മുജറബാത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞവർ അവരുടെ അനുഭവം പോലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം നാം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൗബ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ഈ ദിവസത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൗബ അള്ളാഹു സ്വീകരിച്ച ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം
സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടു. 70 കൊല്ലത്തോളം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു നടന്നു. അവസാനം അള്ളാഹു തൗബ സ്വീകരിച്ചു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന പരിശുദ്ധമായ ദുആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ ആദം നബിയുടെ തൗബ സ്വീകരിച്ചതും ഇതേ ദിവസമാണ്. അതുപോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചതും ഈ ദിവസം തന്നെയാണ്. താബല്ലാഹു അലാ ദാവൂദ യൗമ ആശൂറാ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗബയും സ്വീകരിച്ചത് ഈ ദിവസമാണ്. അതുകൊണ്ട് സാധുക്കളും പാപികളുമായ നമ്മൾ ഈ ദിവസത്തിൽ കൃത്യമായി തൗബ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നാം ഈ നന്മകൾ ഈ ദിവസത്തിൽ ചെയ്താൽ അതിൻ്റെ ഫലമായി വരാൻ പോകുന്ന ദിവസങ്ങളും വർഷങ്ങളും നമുക്ക് സമൃദ്ധമാവുകയും എല്ലാ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുകയും ചെയ്യുമെന്ന് അനുഭവിച്ചറിഞ്ഞ ഉലമാക്കൾ നമുക്കത് പറഞ്ഞു തരുമ്പോൾ ഒരു കാരണവശാലും നാം അതിൽ നിന്ന് പിന്നോട്ട് പോകരുത്, നിരാശപ്പെടരുത്. കിട്ടുകയോ ഇല്ലയോ എന്നൊരു സംശയം പോലും വയ്ക്കരുത്. അതുകൊണ്ടാണ് തെളിവുദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വർത്തമാന കാലഘട്ടത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഒരു പരിഹാരമായിട്ട് അള്ളാഹു ചില ദിവസങ്ങളും ചില സമയങ്ങളും അള്ളാഹു നമുക്ക് തരും. അതുകൊണ്ട് ഇത്തരം ദിവസങ്ങളും ഈ സമയങ്ങളും ഒരു കാരണവശാലും നമ്മൾ പാഴിക്കളയരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഅലിംതു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാമ യൗമ യത്ലുബു ഫളലഹു അലൽ അയ്യാമി ഇല്ലാ ഹാദൽ യൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുന്ന ഈ ദിവസത്തിനേക്കാൾ മറ്റൊരു ദിവസം എനിക്കറിയില്ല. അത്രത്തോളം പ്രതിഫലം അള്ളാഹു സന്നിവേശിപ്പിച്ചൊരു ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് ഒരുപാട് പാഠങ്ങൾ ഈ ദിവസങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് നാഥനായ അള്ളാഹു നമുക്കെല്ലാ തൗഫീക്ക് നൽകുമാറാവട്ടെ. കൊറോണയുടെ വലിയ ഒരു സന്നിവേശവും അതിൻ്റെ വ്യാപനവും അതിൻ്റെ എല്ലാ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും അത് തീർത്തുകൊണ്ടിരിക്കുന്ന മഹാമാരിയും അള്ളാഹു സർവ്വ വിപത്തുകളിൽ നിന്നും ഈ ദിവസത്തിൻ്റെ ഹക്ക് കൊണ്ടും ഈ ദിവസത്തിൽ നാം ചെയ്യുന്ന നന്മകളെ കൊണ്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.